നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. മലപ്പുറത്ത് പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി കത്തി നശിച്ചു. തിരൂരിലാണ് സംഭവം. വീട്ടുകാർ പുറത്തായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചാർജ് ചെയ്യാൻ വെച്ച പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. മുക്കിലപ്പീടിക സ്വദേശി അത്തംപറമ്പിൽ അബൂബക്കർ സിദ്ദീഖിന്റെ വീടാണ് കത്തി നശിച്ചത്. ഓലമേഞ്ഞ മേൽക്കൂര കത്തുന്നത് കണ്ട നാട്ടുകാർ വെള്ളമൊഴിച്ചാണ് തീ കെടുത്തിയത്. മേൽക്കൂര പൂർണ്ണമായും കത്തി നശിച്ചു. വീടിനുള്ളിലെ ഉപകരണങ്ങൾ, അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ, വസ്ത്രങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ എന്നിവയും പൂർണ്ണമായി കത്തി നശിച്ചു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്ത്രീകളുടെ തിരോധാനം കൃത്യമായ ഇടവേളകളിലാണെന്ന് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. 6 വർഷത്തെ ഇടവേളകളിലാണ് സ്ത്രീകൾ കാണാതായതെന്ന് വിലയിരുത്തൽ. ജയനമ്മയെ പരിചയമുണ്ടായിരുന്നത് സെബാസ്റ്റ്യൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ തിരോധാനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. പ്രാർത്ഥനാ സംഘത്തിലൂടെയാണ് ജയനമ്മയെ പരിചയപ്പെട്ടതെന്നും ആലപ്പുഴ കൃപാസനത്തിലടക്കം ജയനമ്മയോടൊപ്പം പോയിട്ടുണ്ടെന്നും സെബാസ്റ്റ്യൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ തിരോധാനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ ഉത്തരം നൽകിയിട്ടില്ല. പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നത്. 2012 ശേഷം സെബാസ്റ്റ്യൻ ബാങ്കുകളിലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല. പണം കയ്യിൽ കൊണ്ടാണ് ഇടപാടുകൾ നടത്തിയിരുന്നത്. ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷമാണ് സെബാസ്റ്റ്യൻ ഈ നീക്കം നടത്തിയത്. സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വീട്ടുമുറ്റത്ത് സെബാസ്റ്റ്യൻ ഇട്ടിരുന്ന കാറും പരിശോധിച്ചു. മാസങ്ങൾക്ക് മുമ്പാണ് സെബാസ്റ്റ്യൻ ഈ വാഹനം വീട്ടുമുറ്റത്ത് എത്തിച്ചത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രതിനിധി കരമന ജയൻ പറഞ്ഞു. ഇന്നലെ നടന്ന ക്ഷേത്ര ഭരണസമിതി യോഗത്തിൽ ഉൾപ്പെടെ ഒരു ചർച്ചയും ഉണ്ടായില്ല. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും കരമന ജയൻ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം ആരും കലർത്തില്ല. ബി നിലവറ തുറക്കുന്ന കാര്യത്തിൽ നിലവിൽ ആലോചനയില്ല. പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന പ്രതിനിധികൾ പരസ്പരം യുദ്ധം ചെയ്യില്ലെന്നും കരമന ജയൻ വ്യക്തമാക്കി. കാഴ്ചപരിമിതിയുള്ള കഞ്ചിക്കോട്ടെ PT5 കാട്ടാനയെ മയക്കുവെടി വെച്ച ദൗത്യ സംഘം. ആനയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലാണ് ദൗത്യം. ആനയെ മയക്കുവെടി വെച്ച ശേഷം മറ്റു പ്ലാനുകൾ ആലോചിക്കും. ചികിത്സ നൽകിയ ശേഷം ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കിയത്. പരിക്ക് ഗുരുതരമാണെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റിയേക്കും. ദൗത്യം നടക്കുന്നതിനാൽ മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളെയും പാലക്കാട് എത്തിച്ചിട്ടുണ്ട്. ആനയ്ക്ക് കണ്ണിന് മാത്രമാണ് പ്രശ്നമെന്നും വിദഗ്ധ സംഘം പരിശോധിക്കും. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ചികിത്സ ഉറപ്പാക്കണമെന്നും വനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് ഒറ്റയടിക്ക് 560 രൂപ വർദ്ധിച്ചു. ഇതോടെ പവന് 75,760 രൂപയായി. സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ വിലയാണിത്. ഗ്രാമിന് 70 രൂപയും വർദ്ധിച്ചു. ഗ്രാം ഒന്നിന് 9,470 രൂപ എന്ന നിരക്കിലാണ് ഇന്നത്തെ സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ത്യക്ക് മേൽ ട്രംപ് ചുമത്തിയ ഉയർന്ന ടാരിഫ് തന്നെയാണ് സ്വർണ്ണവിലയും ഇന്ത്യൻ വിപണിയും ഒരുപോലെ പ്രതിഫലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസത്തിനിടെ മാത്രം ഒരു പവന് വർദ്ധിച്ചത് 2,560 രൂപയാണ്. പണിക്കൂലി ഉൾപ്പെടെ നൽകി ഒരു പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണമെങ്കിൽ 80,000-ന് മുകളിൽ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണിപ്പോൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞ ഉപകരണം കണ്ടെത്തി. ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണ് കണ്ടെത്തിയത്. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നു. പ്രിൻസിപ്പലിന്റെ പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഡോക്ടർ ഹാരിസ് ഹസൻ വകുപ്പ് മേധാവിയായ യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഉപകരണം നഷ്ടമായെന്നും ഡോക്ടർ തന്നെ ഇക്കാര്യം സമ്മതിച്ചെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 12 ലക്ഷം രൂപ വില വരുന്ന ഉപകരണം കാണാനില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഈ ഉപകരണം യൂറോളജി വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് ആരോഗ്യവകുപ്പിന് ഉടൻ കൈമാറുമെന്നാണ് വിവരം. അതേസമയം യൂറോളജി വിഭാഗത്തിലെ പരാധീനതകൾ തുറന്നു പറഞ്ഞതിൽ ഡോക്ടറോട് സർക്കാർ വിശദീകരണം ചോദിച്ചെങ്കിലും ഹാരിസ് ഹസൻ ഒരു തരത്തിലുമുള്ള വിശദീകരണവും നൽകിയിരുന്നില്ല. മുസ്ലിം ലീഗ് വയനാട് ജില്ലാ നേതാക്കൾക്ക് മറുപടിയുമായി KT ജലീൽ MLA. സമുദായത്തിന്റെ മറവിൽ പാവങ്ങളെ മുസ്ലിം ലീഗ് പച്ചയ്ക്ക് പറ്റിക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന കീടബാധയായി മാറാൻ യാതൊരു മടിയുമില്ല. അത് ഇഞ്ചി കൃഷിയെ മാത്രമല്ല, കാപ്പിയെയും ചായയെയും മറ്റു നാണ്യവിളകളെയും എല്ലാം നശിപ്പിക്കുമെന്നും ലീഗ് നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണെന്ന് KT ജലീൽ പറഞ്ഞു. വയനാട് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മകളുടെ വിവാഹാഘോഷം വേണ്ടെന്ന് വെച്ച് 5 ലക്ഷം രൂപ സംഭാവന നൽകിയ വ്യക്തിയെക്കുറിച്ചാണ് ദുരന്തബാധിതർക്കായി ഒന്നും ചെയ്തില്ലെന്ന് ലീഗ് നേതാക്കൾ ആരോപിച്ചത്.
അത്രയും സംഖ്യ സ്വന്തമായി വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സംഭാവന നൽകിയ എത്ര ലീഗ് നേതാക്കളുണ്ടെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കട്ടെയെന്നും KT ജലീൽ വിമർശിച്ചു. ആലപ്പുഴ നൂറനാട് പിതാവും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ച 4ാം ക്ലാസ്സുകാരിയുടെ സംരക്ഷണം വല്യമ്മ ഏറ്റെടുത്തു. CWC സംരക്ഷണം നൽകാമെന്ന് അറിയിച്ചെങ്കിലും വല്യമ്മയ്ക്കൊപ്പം നിന്നോളാമെന്നാണ്. അച്ഛനോട് ഇനി ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ മതിയെന്നും കുട്ടി CWC അറിയിച്ചതിനെ തുടർന്നാണിത്. ഔദ്യോഗിക പത്രം വല്യമ്മ ഏറ്റുവാങ്ങി. മികച്ച വിദ്യാഭ്യാസം നൽകി കുട്ടിയെ വളർത്തുമെന്ന വല്യമ്മ ഉറപ്പ് നൽകിയതായി CWC ചെയർപേഴ്സൺ സതീദേവി അറിയിച്ചു. കുട്ടിക്ക് നീതി ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു. ഇതിനു പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ശിശുക്ഷേമ സമിതി ജില്ലാ ഓഫീസറോടും നൂറനാട് പോലീസിനോടും ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരം അമ്പൂരി കാരിക്കുഴിയിൽ പുള്ളിപ്പുലി കുടുങ്ങി. ടാപ്പിംഗ് തൊഴിലാളിയായ ഷൈജു ആണ് രാവിലെ ടാപ്പിംഗിനിടയിൽ പുലിയെ കണ്ടത്. ഷൈജുവിനെ കണ്ട് ആക്രമിക്കാൻ ശ്രമിച്ച പുലി ഷൈജുവിന്റെ നിലവിളി കേട്ട് പിന്മാറുകയും നാട്ടുകാരിൽ ഒരാളായ സുരേഷിനെ പുലി ആക്രമിക്കാനും ശ്രമിച്ചു. പാറ ഇടുക്കിനോട് ചേർന്ന് വലയിൽ കുടുങ്ങിയ നിലയിലാണ് പുലി കിടക്കുന്നതെന്ന് വനപാലകർ വ്യക്തമാക്കി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നെയ്യാർ ഡാം പോലീസും സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. മയക്കുവെടിവെച്ച് പുലിയെ പിടികൂടാനാണ് ശ്രമം. അല്പസമയം മുമ്പ് ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിൽ പുലിയെ 2 തവണ മയക്കുവെടിവെക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പുലി അക്രമാസക്തനാകുകയും വല ഭേദിച്ച് കാട്ടിലേക്ക് മറയുകയും ചെയ്തു. ഏറെ നേരം വനപാലകർ നടത്തിയ അന്വേഷണത്തിലാണ് വീണ്ടും പുലിയെ കണ്ടെത്താനായത്. തൊട്ടടുത്തുള്ള താഴ്ന്ന പ്രദേശത്താണ് പുലിയെ കണ്ടെത്തിയിട്ടുള്ളത്. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാദൌത്യം ദുഷ്കരം. തകർന്ന റോഡുകളും മോശം കാലാവസ്ഥയും വെല്ലുവിളിയാണ്. ഹർഷിൽ, നലാങ്, മതാലി എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്ന 657 പേരെ രക്ഷപ്പെടുത്തി. 12 ഹെലികോപ്റ്ററുകളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മേഖലയിൽ കുടുങ്ങിയ മലയാളികളെ ബേസ് ക്യാമ്പിലേക്ക് മാറ്റും. സൈന്യം, ITBP, NDRF, NDRFC, രജ്പുതാന റൈഫിൾസ് എന്നിവർക്ക് പുറമെ സൈന്യത്തിന്റെ പ്രത്യേക സംഘവും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നതിനിടയിൽ ഗംഗോത്രി ദേശീയപാതയിൽ ഇന്നലെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഭട്ട്വാടിയിൽ വീണ്ടും ഗതാഗത തടസ്സമുണ്ടായി. മോശം കാലാവസ്ഥയും തകർന്ന റോഡുകളും രക്ഷാദൌത്യത്തിന് ഭീഷണിയാണ്. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഇപ്പോഴും പറയാനാകില്ലെന്ന് ദുരന്തത്തെക്കുറിച്ചുള്ള വിവരം ആദ്യം പുറം ലോകത്തെത്തിച്ചത് രാജേഷ് റാവത്ത് പറഞ്ഞു. ഭരണഘടന ആക്രമിക്കാനാണ് മോദിയും BJPയും ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടനയുടെ ആധാരം ഒരു പൗരൻ ഒരു വോട്ട് എന്നാണ്. മഹാരാഷ്ട്രയിലെ ഫലം വന്നപ്പോൾ തന്നെ വോട്ടർ പട്ടികയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷനും BJPയും ചേർന്ന് കർണാടകയിൽ ഒത്തുകളിച്ചു. ഇതിന്റെ തെളിവുകളാണ് ഇന്നലെ പുറത്തുവിട്ടതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. കർണാടകയിൽ 16 സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. എന്നാൽ ജയിച്ചത് 9 സീറ്റുകളിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിന്റെ സോഫ്റ്റ് കോപ്പി പുറത്തുവിട്ടിട്ടില്ല. വോട്ടെടുപ്പിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്നില്ല. ഇവ നശിപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. 1 ലക്ഷത്തിലധികം വോട്ടുകൾ BJP കവർന്നെടുത്തു. BJP നേതാക്കളുടെ അഡ്രസ്സുകൾ ഉപയോഗിച്ച് വ്യാജ വോട്ടുകൾ ചേർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഗുണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തീരുവ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഭീകരവാദത്തെ ചെറുക്കുന്ന വിഷയത്തിലും ഇന്റലിജൻസ് കൈമാറ്റത്തിലും കൂടുതൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നതായും നെതന്യാഹു വ്യക്തമാക്കി. അധികം വൈകാതെ ഇന്ത്യ സന്ദർശിക്കാനായി ആഗ്രഹിക്കുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഇസ്രായേൽ സ്ഥാനപതി JP സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. എത്ര സമയം അമേരിക്കയുടെ താരിഫ് ഭീഷണിക്കിടെ ബ്രസീൽ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ചർച്ചയായി. വ്യാപാര, സാങ്കേതിക, ഊർജ്ജം തുടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകളും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിൽ പങ്കാളിത്തവും ചർച്ച ചെയ്യപ്പെട്ടു. ഫുട്ബോൾ ലോകത്തെ മികച്ച പുരുഷ വനിതാ താരങ്ങൾക്ക് എല്ലാ വർഷവും ഫ്രഞ്ച് മാഗസിനായ ഫ്രാൻസ് ഫുട്ബോൾ നൽകുന്ന പുരസ്കാരമാണ് ബാലൻ ഡിയോർ. ഈ വർഷത്തെ പുരസ്കാരങ്ങളുടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പട്ടികയിൽ 30 താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും അധികം തവണ 8 തവണ ബാലൻ ഡിയോർ ജേതാവായ ഇതിഹാസ താരം ലയണൽ മെസ്സിക്കും തൊട്ടു പിന്നാലെ 5 തവണ നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഇത്തവണ പട്ടികയിൽ ഇടം പിടിക്കാനായില്ല. സെപ്റ്റംബർ 22-ന് പാരീസിൽ വെച്ചാണ് ഈ വർഷത്തെ ബാലൻ ഡിയോർ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.